ഒരു സങ്കടത്തോടുകൂടി ഒരു മാതാവ് പറഞ്ഞൊരു കഥയുണ്ട്. ഏറ്റവും ഭംഗിയിൽ, ഏറ്റവും നല്ല ദീനീ ചിട്ടയിൽ ആ മകളെ വളർത്തിക്കൊണ്ടുവന്ന ആ മാതാവ് കലാലയ ക്യാമ്പസുകളിൽ പുതിയത് തെരഞ്ഞെടുക്കുകയും പുതിയൊരു കോളേജിലേക്ക് ആ പെൺകുട്ടി കയറി ചെല്ലുകയും ചെയ്തതിനു ശേഷം ആ കുടുംബത്തെ പോലും നാടിനെ പോലും അമ്പരപ്പിക്കുന്ന മാറ്റം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. മുഖമ്മക്കനെ ധരിച്ചും പർദ്ദയണിഞ്ഞും പുറത്തിറങ്ങിയിരുന്ന പെൺകുട്ടി ഹാഫ് സ്ലീവ് വസ്ത്രത്തോടും ഇറുകിപ്പിടിക്കുന്ന വസ്ത്രത്തോടും താല്പര്യം കാണിക്കാൻ തുടങ്ങി. തലമറച്ചിരുന്ന പെൺകുട്ടിയുടെ തലയിലേക്ക് ഷാളുകൾ കയറാതാവാൻ തുടങ്ങി. 5 വക്തും കൃത്യമായി ഉമ്മാന്റെ കൂടെ നമസ്കരിച്ചിരുന്ന പെൺകുട്ടി നിർബന്ധിച്ചാലും ഉമ്മയോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഉമ്മ നമസ്കാരം? ഈ നമസ്കരിച്ചിട്ടൊക്കെ എന്ത് നേട്ടമാണ് ഉമ്മ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്ന മനോഭാവത്തിലേക്ക് ആ പെൺകുട്ടി മാറാൻ തുടങ്ങി. കോളേജുകൾ അവസാനിക്കുമ്പം കൃത്യമായി വീട്ടിലെത്തിയിരുന്ന പെൺകുട്ടി മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കൂടെ പഠിക്കുന്നവന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് ആ മാതാവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഗുണദോഷിക്കുന്ന ഉമ്മാന്റെ മുഖത്തു നോക്കി അവന്റെ കൂടെ വന്നെന്ന് കരുതി എനിക്ക് ഗർഭമുണ്ടാകില്ല എന്ന് പരസ്യമായി ഉമ്മാന്റെ മുഖത്തു നോക്കി പറയുന്ന മാറ്റത്തിലേക്ക് നമ്മളെ തലമുറയിലെ മക്കൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു രക്ഷിതാവ് കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്ക്, 15ഓളം ജുസുകൾ മനഃപ്പാടമാക്കിയ ഒരു പെൺകുട്ടി കയറി ചെല്ലുന്ന ക്യാമ്പസിന്റെ പ്രേമവലയത്തിൽപ്പെട്ട് കൂടെ പഠിക്കുന്നവന്റെ കൂടെ ഒളിച്ചോടാൻ സന്നദ്ധനായി. നെഞ്ചുപൊട്ടി സാധ്യമാകുന്ന നിലക്കെല്ലാം ആ പെൺമക്കളെ ഉപദേശിച്ചിട്ടും ഏതോ ഒരു വിഭാഗക്കാരന്റെ കൂടെ മാതാപിതാക്കളെ ചവിട്ടിത്തേച്ചെനിക്കവർക്ക് വിശ്വാസമില്ലെന്ന് പോലീസിന്റെ മുഖത്തു നോക്കി പറഞ്ഞ് 21ാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തെ ഏറ്റവും വലിയ മാനഹാനിയിലേക്കും സങ്കടത്തിലേക്കും തള്ളിവിട്ടു പോകുമ്പോ വാർത്തയറിയുന്ന കഥകൾ കേൾക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവളോ, ആ പെൺകുട്ടിക്ക് അങ്ങനെ പറയാൻ സാധിച്ചോ? ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തിലേക്ക് നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷന ഇക്കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇന്ന് ഇതര സമുദായത്തെക്കാൾ കൂടുതൽ മുസ്ലിം സമുദായത്തിലെ കല്യാണത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടമാടുന്ന ബ്രൈറ്റ് ടു മീ, മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം, പച്ചക്കല്യാണം, വെറ്റില കല്യാണം ഇത്യാദി രീതിയിലുള്ള ഒരു ബ്രൈറ്റ് ടു മീയുടെ വേദിയിൽ തന്റെ കൂട്ടുകാരികൾക്കൊപ്പം മദ്യക്കുപ്പിയെ പോലെ തോന്നിപ്പിക്കുന്ന, ലഹരിയില്ലാത്തതാണെന്നും ഉള്ളതാണെന്നും ഭാവിക്കുന്ന വ്യാജേന ഒരു കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലൊഴിച്ച് ആഘോഷിച്ചുകൊണ്ട് കുടിച്ചു തീർക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, ഈ പോക്ക് അപകടത്തിലേക്കാ. പലരും ഇതിനെ ന്യായീകരിക്കാൻ പലതും കണ്ടെത്തി തന്നേക്കാം. പുരോഗമനമെന്നും കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും ഇതാണ് ലൈഫെന്നും അതല്ലാതെ കറുത്ത ഏതെങ്കിലും ഗൗണിനുള്ളിൽ തളച്ചിടപ്പെടേണ്ടതല്ലെന്നും ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതാണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്ന് ലിബറലിസത്തിലേക്കും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും നാടിന്റെയും കൂടിന്റെയും കുടുംബത്തിന്റെയും രക്ഷിതാക്കളുടെയും തീർത്താൽ തീരാത്ത സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ഭാഗമാക്കാൻ 1000 ദുഃശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ചിന്തിക്കണം. ഇതിനെ പലരും പല രീതിയിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ചിലരതിനെ ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ കണ്ടോ എന്നൊക്കെ ന്യായീകരിക്കാറുണ്ട്. ആരാ പറഞ്ഞത് ഇത്തരക്കാരാണ് ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ എന്ന്? തലമറയ്ക്കാതെ വൈനും കുടിച്ച് തെണ്ടുന്ന പെണ്ണ് ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല. തലമറയ്ക്കാതെ കല്യാണപ്പുരയിൽ ചെന്ന് വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന പെൺമക്കൾ ഏത് ഇസ്ലാമിന്റെ വാപ്പാന്റെ മക്കളാണെങ്കിലും ഉത്തമ സമുദായത്തോട് ചേർക്കപ്പെടാൻ അവകാശമില്ലാത്തവളാ. പകലന്തിയോളം കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി സങ്കടപ്പെട്ടിട്ടും അവസാനം കൂടെ പഠിക്കുന്നവന്റെ മോഹവലയത്തിൽപ്പെട്ട് പെറ്റുമ്മാനെയും വാപ്പാനെയും അപമാനിക്കുന്നവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളാണെന്ന് ആരാ ഉമ്മത്തെ ഈ സമുദായത്തെ പഠിപ്പിച്ചത്? അവരല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ. ഉത്തമ സമുദായത്തിലെ പെൺമക്കളെ കാണണമെങ്കിൽ അവരെ മാന്യതയുള്ള ദീനീ ചിട്ടയുള്ള കുടുംബങ്ങളുടെ അകങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും. അത്തരത്തിലുള്ള പെൺമക്കൾക്ക് കൃത്യമായൊരു ലക്ഷ്യബോധമുണ്ടാകും. ജീവിതത്തിന്റെ ഇബാദത്തുകളിൽ, അവരുടെ വസ്ത്രവിധാനങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ, അവരിടപെടുന്ന ഏത് രംഗത്തും ആ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ ഐഡന്റിറ്റി അവരുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരിടപെടുന്ന മേഖലകൾ അറിവുകൾ തിരിച്ചറിവുകളാക്കും. MBBS-ഉം MBA-യും തേടി നാടിൽ കൊള്ളലാഭമെടുക്കുന്ന ഒരു കശാപ്പ് ശാലയിലെ ഡോക്ടറെയല്ല, തന്റെ മുൻപിൽ വന്നിരിക്കുന്ന സാധുക്കളെ പരിഗണിക്കുകയും
ഉമ്മാന്റെ കൈപിടിച്ച് ആശ്വാസ വാക്കുകളും പറയുന്ന പല ഡോക്ടർമാരുടെയും മുഖത്ത് നോക്കി നമ്മൾ പറയാറില്ലേ, സൂക്കേട് മാറിയിട്ടില്ലെങ്കിലും ആ പെൺകുട്ടിന്റെ ഒരു ചോദ്യം, അവളുടെ ഒരു കൈപിടിച്ച സലാം പറച്ചിലും മതി മനസ്സിനൊരു കുളിര് വരാൻ എന്ന് പറയുന്ന പെൺമക്കളുണ്ട്. കുടുംബത്തിന്റെ കാവലാളാവുന്നവർ, രക്ഷിതാക്കൾക്ക് തണല് കൊടുക്കുന്നവർ, ഈ മതത്തെ പറയിപ്പിക്കാത്തവർ, ദീനെന്ന ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് തന്റെ ഇതര സഹപ്രവർത്തകർക്ക് പോലും മാതൃകയാകുന്ന പെൺകുട്ടികൾ. കാരണം അവര് മാതൃകയാക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകന്റെ സഹാബത്തിനെയുമായിരിക്കും. ചിന്തിച്ചു നോക്കൂ, ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ റോൾ മോഡലുകൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാവാം. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിന്റെ കൂടെ പുറപ്പെട്ടു പോകുമ്പോ ഉമ്മു ഐമൻ എന്ന സഹാബി വനിതയെ അടുത്തേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഐമൻ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് മുറിവ് പറ്റുന്ന സഹാബത്തിന് വെള്ളം കൊടുക്കാനാ. ആ ഉഹുദിന്റെ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടേറ്റ് കൈകാലുകളറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കരയുന്ന സഹാബാക്കൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാന്റെ നേരെ നോക്കി കരഞ്ഞിട്ട് പറഞ്ഞു, അൽമാ, ഉമ്മു ഐമൻ, ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരണം. കയ്യിലുള്ള കൂജയിലെ വെള്ളവുമായി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മുറിവേറ്റ സഹാബത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ഓരോ സഹാബത്തിന്റെ വായിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അത് കണ്ട ശത്രുക്കളിൽപ്പെട്ടൊരു വ്യക്തി അമ്പെടുത്തെയ്യുകയും ആ അമ്പ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാന്റെ തുടഭാഗത്തുകൂടെ തുളച്ച് മറുഭാഗത്ത് ചാടുകയും ചെയ്തു. പ്രാണവേദനയോടെ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉഹുദിന്റെ മണൽത്തരയിൽ കിടന്നു പടയാൻ തുടങ്ങി. വേദനയുടെ കാലിട്ടടിക്കുന്നതിനിടയിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാന്റെ കാലിന്റെ നെരിയാണിയുടെ ഭാഗത്ത് നിന്നും വസ്ത്രം അല്പം മുകളിലേക്ക് കയറി. ആ വെളുപ്പിലേക്ക് നോക്കി അമ്പെയ്ത ശത്രു ആസ്വദിക്കുമ്പോ പ്രവാചകന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, എന്റെ വേദനകൾ എന്നെ സങ്കടപ്പെടുത്തുന്നില്ല, എന്റെ മുറിവുകൾ എന്നെ വേദനിപ്പിക്കുന്നില്ല. പക്ഷേ പ്രവാചക, ശത്രുവിന്റെ നോട്ടം എന്റെ ഔറത്തിലേക്കാ നബിയെ, എന്റെ നെരിയാണിയുടെ വെളുപ്പിലേക്കാണ് അവന്റെ നോട്ടം. അതുകൊണ്ട് എന്നെ സഹായിക്കണം റസൂലേ. കയ്യിൽ കിട്ടിയ ഒരു അമ്പെടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന സഈദിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഈദ്, ഉമ്മു ഐമനെ നോക്കി ചിരിക്കുന്ന ശത്രുവിന്റെ മാറു നോക്കി എറിയണം. അമ്പ് വില്ലെടുത്തെയ്യണ്ട, കൈ കൊണ്ടെറിഞ്ഞാ മതി സഈദ്. പറഞ്ഞു തീരുമ്പോഴേക്കും സഈദ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ള അമ്പെടുത്തെറിയുകയും ആ അമ്പ് ശത്രുവിന്റെ മാറു തുളച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു വീഴുമ്പോ തന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്കി ചിരിച്ച ശത്രു മരിച്ചു വീഴുന്നത് കണ്ട് ആത്മാർത്ഥമായി പുഞ്ചിരിച്ച ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാവണം ഉമ്മാരെ, പെങ്ങന്മാരെ, നമ്മളുടെ ഉത്തമ സമുദായത്തിലെ റോൾ മോഡലുകൾ. ഓരോ രംഗത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വാപ്പ അബൂ സുഫിയാൻ ആയിരുന്നു. ഒരിക്കൽ മദീനയിലേക്ക് കച്ചവടാവശ്യാർത്ഥം വന്നപ്പോ അബൂ സുഫിയാൻ എന്ന വാപ്പ മകളെ കാണാൻ വേണ്ടി റസൂലുള്ളാന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. വാപ്പ കയറി വരുന്നത് കണ്ടപ്പം ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പിതാവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അകത്തേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോ അബൂ സുഫിയാൻ അകത്ത് കയറി ഒരു വിരിപ്പിലേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് ആ മകള് പറഞ്ഞു, ലാ യാ അബി, വാപ്പ ഇരിക്കല്ലേ, നിങ്ങൾ ഇരിക്കാനായിട്ടില്ല വാപ്പ. അത്ഭുതത്തോടെ അബൂ സുഫിയാൻ ചോദിച്ചു, എന്തേ മോളെ? ഓടി വന്ന് അബൂ സുഫിയാൻ ഇരിക്കുന്ന ഇരിപ്പ്, ആ വിരിപ്പിടത്തിൽ നിന്ന് ആ വിരിപ്പ് മടക്കി മാറ്റിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇരുന്നോ വാപ്പ. അബൂ സുഫിയാൻ ഒരൽപ്പം കണ്ണീരോടെ ചോദിച്ചു, മോളെ, വാപ്പയോടുള്ള വെറുപ്പാണോ? ഈ വാപ്പ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ മോളെ? പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഉപ്പ, ഒരു വാപ്പ എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഉപ്പ, എന്റെ മുസ്ലിമായ, എന്റെ ഹബീബായ നബി തങ്ങൾ ഇരിക്കുന്ന ആ ഒരു വിരിപ്പിൽ മുശ്രിക്കായ പടച്ച റബ്ബിൽ പങ്കു ചേർക്കുന്ന നിങ്ങൾ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വാപ്പ. എന്റെ ഭർത്താവ് അതൊരിക്കലും ആഗ്രഹിക്കില്ല വാപ്പ എന്ന് തിരിച്ചു പറയുന്ന സ്വന്തം ഭർത്താവിന്റെ മനസ്സും ഭർത്താവിന്റെ ചിന്തകളും സ്വന്തം നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെടാത്തതൊന്നും, എന്റെ ഭർത്താവിന് താല്പര്യമില്ലാത്തതൊന്നും എനിക്കും വേണ്ടെന്ന് ചിന്തിക്കുന്ന ഉത്തമ സമുദായത്തിലെ റോൾ മോഡലുകളായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഓരോ സഹാബാക്കളും.